ഹലോ. ആ ഹലോ ഇപ്പൊ ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഇപ്പൊ ക്ലിയർ ആയില്ലേ? ഇപ്പൊ ഇപ്പൊ clear clear ആണ് മാം. ഓക്കെ. ഞാൻ വൈഫായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിട്ട് വിട്ടുപോയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് വോയിസ് ബ്രേക്ക് ആയി പോയത്. ഒരു മിനിറ്റ്. ഓക്കെ ഇനി ഞാൻ ഷെയർ ചെയ്യാം. ഇനി എന്താണ് നിങ്ങളൊരു ചാപ്റ്റർ പഠിക്കുമ്പോഴത്തേക്കും പഠിക്കേണ്ടതെന്ന് ഓർത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ക്യാരക്ടേഴ്സിനെയും, അതായത് ഓരോ ക്യാരക്ടേഴ്സിന്റെ നെയിമും അവർക്ക് ബാക്കിയുള്ള ക്യാരക്ടേഴ്സും ആയിട്ടുള്ള റിലേഷനും എന്താണ് എന്നുള്ള എന്ത് ചെയ്യണം, നല്ല രീതിയിൽ ഓർത്ത് വെക്കണം. ഓക്കെ. കാരണം മാച്ച് ദ ഫോളോയിങ് പോലെയുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാറുണ്ട്, നിങ്ങളോട് ചോദിക്കാറുണ്ട്. അത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ഒരു ചാപ്റ്ററിന്റെ മാച്ച് ദ ഫോളോയിങ് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഇല്ലേ? ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് സമയം കളയാതെ നമ്മുടെ സ്റ്റോറിയുടെ സെക്ഷൻ 1 കിടക്കാം. ഞാൻ പോകുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യാം, നിങ്ങളും കൂടെ ഒന്ന് വായിച്ചു പോവാ. തുടങ്ങുന്നത് ഇങ്ങനെയാണ്. He threw back the covers and sat up on his bed, his feet feeling along the cold floor for his house slippers, the telephone ringing insistently a little distance away. അപ്പോ സ്റ്റോറി തുടങ്ങുമ്പോൾ തന്നെ ആരെയെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. എന്താ പറഞ്ഞു തരുന്നേ? He threw back the covers and sat up on his bed. അതായത് ആ ഒരു മെയിൻ ക്യാരക്ടറിന്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു? അവന്റെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു. അവൻ എന്ത് ചെയ്യാണ്, ആ ബാഗ് വലിച്ചെറിഞ്ഞിട്ട്, ഒരു കവർ ഉണ്ടായിരുന്നു, വലിച്ചെറിഞ്ഞിട്ട് എവിടേക്ക് ഇരുന്നു? ബെഡിലേക്ക് ഇരുന്നു. എന്നിട്ട് എന്താ പറയുന്നത്? ഹിസ് ഫീറ്റ് ഫീലിംഗ് അലോങ് ദ കോൾഡ് ഫ്ലോർ ഫോർ ഹിസ് ഹൗസ് സ്ലിപ്പേഴ്സ്. കാലിലൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു. അപ്പൊ ഇദ്ദേഹം എന്തിനു വേണ്ടി അന്വേഷിക്കുകയായിരുന്നു? വീട്ടിലിരുന്ന ചെരുപ്പ് തപ്പുകയായിരുന്നു. എന്നിട്ട് പറയാണ്, ദ ടെലിഫോൺ റിംഗിങ് ഇൻസിസ്റ്റന്റ്ലി എ ലിറ്റിൽ ഡിസ്റ്റൻസ് അവേ. കുറച്ച് ദൂരെയായിട്ട് എന്ത് റിങ് ചെയ്തുകൊണ്ടിരിപ്പുണ്ടായിരുന്നു? ഈ ടെലിഫോണ് കണ്ടിന്യൂസ് ആയിട്ട് റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. ഹി ടേൺഡ് ഓൺ ദ ലൈറ്റ് ആൻഡ് വാക്ക് ടു ദ ഫോൺ. അദ്ദേഹം പയ്യെ എന്ത് ചെയ്തു? ആ ഇരുന്ന കട്ടിൽ നിന്ന് എഴുന്നേറ്റ് ലൈറ്റ് ഓൺ ചെയ്തിട്ട് എന്ത് ചെയ്യാണ്? ഈ ഫോണിന്റെ അടുത്തേക്ക് നടക്കാണ്. ടുക്ക് ഡൗൺ ദ റിസീവർ. എന്നിട്ട് എന്തെടുത്തു? റിസീവർ എടുത്തു. റിസീവർ എടുത്തിട്ട് പറയാണ്, ദിസ് ഇസ് ഡോക്ടർ ബെൻസൺ, ഹി സെഡ്. സോ ആരായിരുന്നു ഹി എന്ന് പറയുന്ന ആള്? ഡോക്ടർ ബെൻസൺ. ഡോക്ടർ ബെൻസൺ. എന്നിട്ട് പറയാണ്, the November wind was bringing sounds of winter as it blew around the little white house. അപ്പോ which was the month? നവംബർ. ഏതാണ് മന്ത് എന്ന് പറയുന്നത്? ഒരു മിനിറ്റ്. സ്ക്രീൻ എന്തെങ്കിലും ആവുന്നുണ്ടോ? സ്ക്രീനും ആവുന്നുണ്ട് ഇങ്ങനെ. ഇപ്പൊ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പൊ ഏതായിരുന്നു മന്ത് എന്ന് പറയുന്നത്? നവംബർ മന്ത് ആയിരുന്നു. അപ്പൊ ഈ നവംബർ മന്തിന് എസ്പെഷ്യലി ഫോറിൻ കൺട്രീസിലെ നവംബർ മന്ത് ആണെങ്കിൽ ആ പ്രത്യേകത എന്താ? വിന്ററിന്റെ ടൈം ആണല്ലേ. അപ്പൊ എന്നിട്ട് പറയാണ്, ദ നവംബർ വിൻഡ് വാസ് ബ്രിങ്ങിങ് സൗണ്ട്സ് ഓഫ് വിന്റർ ആസ് ഇറ്റ് ബ്ലൂ അറൌണ്ട് ദ ലിറ്റിൽ വൈറ്റ് ഹൗസ്. അപ്പൊ ആ നവംബറിലെ വിൻഡ് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ഈ വിന്ററിന്റെ സൗണ്ടുകൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ആ ചെറിയ വെള്ള വീടിനും ചുറ്റും ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. ദെൻ ദ ഡോക്ടർ ഗോട്ട് ഇൻ ടു ഹിസ് ക്ലോത്ത്സ്. അപ്പൊ ഡോക്ടർ എന്ത് ചെയ്യാണ്? അദ്ദേഹത്തിന്റെ ഡ്രസ്സൊക്കെ ധരിച്ചു. Then he went to the table and stared a moment at his watch. എന്നിട്ട് എന്താണ്? ടേബിളിന്റെ അടുത്തേക്ക് പോയിട്ട് അദ്ദേഹത്തിന്റെ വാച്ചിൽ എന്ത് ചെയ്യാണ്? സമയം നോക്കാണ്. Then his spirits complaining at the job ahead of him. എന്നിട്ട് അദ്ദേഹത്തിന്റെ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മൈൻഡ് എന്ത് ചെയ്യാണ്? അദ്ദേഹത്തിനോട് കംപ്ലൈന്റ് ചെയ്യാണ്. അദ്ദേഹത്തിന് മുന്നിൽ എന്താണ്? എന്തോ ഒരു വലിയൊരു ജോലി ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് ഉണ്ട്. എന്നിട്ട് നോക്കാം, ഇനി പറയുന്നത് സമയമാണ് 2 o'clock. His mind also complained at the horrible hour, and he wondered why children had to be born at such improper times. Apo, what was the time? It was 2 o'clock. എപ്പോഴത്തെ 2 o'clock ആണ്? നൈറ്റ്, അതായത് ഏർലി മോർണിംഗ് ആവാണല്ലേ. അപ്പോ അദ്ദേഹത്തിന്റെ മൈൻഡും എന്ത് ചെയ്യാണ്? ഹിസ് മൈൻഡ് ഓൾസോ കംപ്ലൈൻഡ് at the horrible hour, and he wondered why children had to be born at such improper times. അപ്പൊ ഇദ്ദേഹം ആരായിരുന്നു? ഇദ്ദേഹം ഒരു ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ വാച്ച് നോക്കിയിട്ട് ചോദിക്കുകയാണ്, എന്തിനാണ് കുട്ടികൾ ഇത്രയും ഇംപ്രോപ്പർ ആയിട്ടുള്ള ടൈമിൽ, അതായത് ഈ 2 മണി സമയത്തൊക്കെ എന്തിനാണ് കുട്ടികൾ ജനിക്കുന്നത് എന്നിങ്ങനെ ഇദ്ദേഹത്തോട് തന്നെ കംപ്ലൈന്റ് ചെയ്യായിരുന്നു.
Then he took up 2 small handbags, the short pill bag, as the people of the town knew it, and the long obstetrical keys, the baby bag they called it. എന്നിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യാണ്? ഇദ്ദേഹം ഡ്രസ്സപ്പ് ഒക്കെ ചെയ്തു. 2 ഹാൻഡ് ബാഗുകൾ എടുക്കുകയാണ്. ഈ 2 ഹാൻഡ് ബാഗില് പ്രത്യേകത എന്താണ്? ഒരു ഹാൻഡ് ബാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഷോർട്ട് പിൽ ബാഗ്. ഷോർട്ട് പിൽ ബാഗിൽ എന്താണ്? ആവശ്യത്തിന് വേണ്ട മെഡിസിൻസും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു ബാഗാണ് ഷോർട്ട് പിൽ ബാഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തതാണ് ഒബ്സ്ട്രിക്കൽ കേസ്, ലോങ് ഒബ്സ്ട്രിക്കൽ കേസ്. അതായത് ഈ ഡെലിവറി ടൈമിൽ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉള്ള ബാഗാണ് ഈ ഒബ്സ്ട്രിക്കൽ കേസ് എന്ന് പറയുന്ന ബാഗ്. ഇനി അതിനെ വിളിക്കുന്നത് എന്താണ്? ബേബി ബാഗ് എന്നുള്ളതാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്? അദ്ദേഹം ഡ്രസ്സപ്പ് ഒക്കെ ചെയ്ത് ആ 2 ബാഗും എന്ത് ചെയ്തു? കയ്യിലെടുത്തു. എന്നിട്ട് നോക്കി, ഡോക്ടർ ബെൻസൺ സ്റ്റോപ്ഡ് എ മൊമെന്റ് ടു ലൈറ്റ് ആൻഡ് ദെൻ പുട്ട് എ പാക്ക് ഓഫ് സിഗരറ്റ്സ് ഇൻ ഹിസ് ഓവർകോട്ട് പോക്കറ്റ്. എന്നിട്ട് എന്ത് ചെയ്യാണ്? ഡോക്ടർ ബെൻസൺ ഒന്ന് നിന്ന് ഒരു ലൈറ്റ് ഒക്കെ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യാണ്? അതായത് 2 ലൈറ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്തു? ഒരു സിഗരറ്റ് കത്തിച്ചു. എന്നിട്ട് ബാക്കി വരുന്ന പാക്ക് ഓഫ് സിഗരറ്റിനെ എങ്ങോട്ടിട്ടു? അദ്ദേഹത്തിന്റെ ഓവർ കോട്ടിന്റെ പോക്കറ്റിലേക്ക് ഇട്ടു. ദെൻ ദ വിൻഡ് ഫെൽറ്റ് ലൈക്ക് എ സർജൻസ് നൈഫ് at his face as he opened the door and ran bending low around the driveway to the garage. ഇദ്ദേഹം എന്ത് ചെയ്യാണ്? നമുക്കറിയാം തണുപ്പ് കാലത്തെ കാറ്റെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ? അപ്പൊ എന്ത് ചെയ്യാണ് ഇദ്ദേഹം? ഈ അവിടെ പറയുന്ന കാറ്റിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, ദ വിൻഡ് ഫെൽറ്റ് ലൈക്ക് എ സർജൻസ് നൈഫ്. അതായത് ഒരു സർജന്റെ നൈഫ് പോലെയാണ് ആ വിൻഡ് എന്ത് ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ മുഖത്ത് വന്നിട്ട് ഇങ്ങനെ അടിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്? ബെൻഡിങ് ലോ, അതായത് പയ്യെ ഒന്ന് മുഖം കുണിച്ചിട്ട് എങ്ങോട്ടേക്ക് ഓടി? അറൌണ്ട് ദ ഡ്രൈവ് വേ ടു ദ ഗരാജ്. അതായത് ഗരാജിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹത്തിന്റെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങോട്ടേക്ക് ഓടുകയാണ്. ഹിസ് കാർ സ്റ്റാർട്ടഡ് വിത്ത് ഡിഫിക്കൽറ്റി, കഫ്ഡ് half a dozen times as he drove down the driveway, but then began to run more smoothly as he turned down Gas Street and onto the deserted highway. എന്നിട്ട് ഇദ്ദേഹം പോകുന്നതാണ് പറയുന്നത്. ഇദ്ദേഹം എന്തിനാണ് അങ്ങോട്ടേക്ക് പുറപ്പെടുന്നത്? ഈ കോള് വന്ന സ്ഥലത്തേക്ക് എങ്ങനെയാണ് അദ്ദേഹം പോകുന്നത്? ബൈ ഹിസ് കാർ അല്ലെ? പിന്നെ ഇവിടെ പറയുന്നത് എന്താണ്? ഹിസ് കാർ സ്റ്റാർട്ടഡ് വിത്ത് ഡിഫിക്കൽറ്റി, കഫ്ഡ് ഹാഫ് എ ഡസൻ ടൈംസ്. അതായത് നമുക്കറിയാം മഞ്ഞുകാലത്തൊക്കെ ആകുമ്പോഴത്തേക്കും എന്തായാലും ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് കഫ്ഡ് ഹാഫ് എ ഡസൻ ടൈംസ് എന്ന് പറയുന്നത്. എന്നിട്ട് പയ്യെ കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിലും കാർ സ്റ്റാർട്ട് ചെയ്യാണ്. കാർ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്? ആദ്യം കുറച്ചൊരു ഡിഫിക്കൽറ്റി ഉണ്ടായിരുന്നു. ദെൻ ബിഗാൻ ടു റൺ മോർ സ്മൂത്ത്ലി. ഭയങ്കര സ്മൂത്ത് ആയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങി? ഓടാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ദെൻ അദ്ദേഹം എന്ത് ചെയ്യാണ്? ഗ്യാസ് സ്ട്രീറ്റ് പാസ് ചെയ്തിട്ട് ഹി സ്റ്റാർട്ടഡ് ടു ഗോ ഓൺ ടു ദ ഡെസേർട്ടഡ് ഹൈവേ. ഡെസേർട്ടഡ് ഹൈവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും ഇല്ലാത്ത ഒരു ഹൈവേയിൽ കൂടി എന്ത് ചെയ്യാണ്? അദ്ദേഹത്തിന്റെ യാത്ര തുടരുകയാണ്. ദെൻ മിസ്സസ് ഓട്ട്സോർലി, who Dr. Benson was on his way to visit, already had almost a dozen children. അപ്പോ ഇദ്ദേഹം ആരെയാണ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്? മിസ്സസ് ഓട്ട്സോർലി എന്ന് പറയുന്നവരുടെ ഒരു ഡെലിവറി കേസ് അറ്റൻഡ് ചെയ്യാനാണ് ആര് പോകുന്നത്? നമ്മുടെ ഡോക്ടർ ബെൻസൺ പോകുന്നത്. എന്നിട്ട് ഓട്ട്സോർലിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ്? ഓൾറെഡി ഓൾമോസ്റ്റ് എ ഡസൻ ചിൽഡ്രൻ. എ ഡസൻ എന്ന് പറഞ്ഞാൽ എത്രയാ? ഒരു ഡസൻ എന്ന് പറഞ്ഞാൽ എത്രയാ? 12. 12. അപ്പൊ ഓൾറെഡി എത്ര കുട്ടികളുണ്ട്? 12 കുട്ടികൾ. ഓൾമോസ്റ്റ് 12ഓളം കുട്ടികൾ ഉണ്ട്. എന്നിട്ട് എന്താ പറയുന്നത്? ബട്ട് ഇറ്റ് സീംഡ് ടു ദ ഡോക്ടർ ദാറ്റ് നെവർ വൺസ് ഷീ ഹാഡ് എ ബേബി ഇൻ എ ഗുഡ് വെദർ നോർ ഇൻ എ ഡേ ലൈറ്റ്. എന്നിട്ട് എന്താ പറയുന്നത്? ഡോക്ടർ ബെൻസൺ ഓർമ്മിക്കുകയാണ്, മിസ്സസ് ഓട്ട്സോർലിക്ക് ഇതുവരെ എന്താണ് നല്ലൊരു ഡേ ലൈറ്റിൽ, അതായത് പകൽ സമയത്തോ നല്ലൊരു വെതർ കണ്ടീഷനോ എന്തുണ്ടായിട്ടില്ല? മക്കൾ ഉണ്ടായിട്ടില്ല. ഉണ്ടാവുന്നതൊക്കെ എപ്പോഴാണ്? ഈ ഇംപ്രോപ്പർ ആയിട്ടുള്ള ടൈംസിലാണ്. എന്നിട്ട് പറയാണ്, and while Dr. Benson was a country doctor, he was still a young man and couldn't find the pleasure that his father, the old Dr. Benson, had found in seeing odd. എന്നിട്ട് എന്താ പറയുന്നത്? ഇദ്ദേഹം ഒരു വളരെ യങ് ആയിരുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ അച്ഛനും എന്തായിരുന്നു? ഒരു ഡോക്ടർ ആയിരുന്നു. അപ്പം ഈ അച്ഛൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ എന്താണ്? ഭയങ്കര സന്തോഷമായിരുന്നു ഇങ്ങനെയുള്ള കേസൊക്കെ അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇദ്ദേഹത്തിന് അത്ര ഹാപ്പിനെസ് ഒന്നും തോന്നിയില്ല. കാരണം ഇംപ്രോപ്പർ ആയിട്ടുള്ളൊരു ടൈമിംഗ് ആണ് അല്ലെ? എന്നിട്ട് ഇവിടെ ലാസ്റ്റ് പറയുന്ന ലൈൻ നോക്കിക്കേ, ദ ഫാദർ ഓൾവേസ് 2 or 3 babies behind in payment of his baby bills. അപ്പൊ ഈവൻ എന്താണ്? മര്യാദയ്ക്ക് ബില്ല് പോലും
എന്ത് ചെയ്തിട്ടില്ല, അടച്ചിട്ടില്ല. അതായത് ഇപ്പോഴും എന്തുണ്ട്, 2-3 കുട്ടികളുടെ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ആർക്ക് വേണ്ടിയിട്ട്? ഈ ഇദ്ദേഹത്തിന്റെ ഫാദറിന് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇവിടം വരെ ക്ലിയർ ആണോ സ്റ്റോറി? ക്ലിയർ ആണ്. കഥ കേട്ടിട്ട് ആരും അവിടെ ഒന്നും ഉറങ്ങിപ്പോന്നൊന്നുമില്ലല്ലോ? ഇല്ല. ഇല്ല. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻസ് ഉണ്ട്. Say whether the following statements are true or false. First question ഇതാണ്. The doctor in the story was an elderly man. True or false? False The, ആണ്. the doctor in the story was an elderly man. Elderly man ആണോ? True. Elderly man ആണോ? നമ്മൾ പറയുന്നത് ഒരു എൽഡർലി മാനിനെ കുറിച്ചിട്ടാണോ? ഡോക്ടർ എൽഡർലി ആണോ? പ്രായം ചെന്ന മനുഷ്യനാണോ? അല്ല. അല്ല, ഫോൾസ് ആണ് അല്ലേ? അടുത്തത്, ഹിസ് ഫാദർ ഹാഡ് ബീൻ എ കൺട്രി ഡോക്ടർ ടു. അദ്ദേഹത്തിന്റെ അച്ഛനും ഒരു ഡോക്ടർ ആയിരുന്നു. True. ട്രൂ. ഈ കൺട്രി എന്ന് പറയുന്നത് രാജ്യം എന്നല്ല, ഗ്രാമപ്രദേശം എന്നാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ദ ഡോക്ടർ ലൈക്ഡ് ലേറ്റ് നൈറ്റ് കോൾസ്. True. ഡോക്ടർ ലൈക്ഡ് ലേറ്റ് നൈറ്റ് കോൾസ്. ഡോക്ടറിന് വൈകി വരുന്ന ഫോൺ കോളുകൾ ഇഷ്ടമായിരുന്നു. ലൈക്ക് ആണോ? No. അല്ല. False. രണ്ടുമൂന്ന് വെച്ച് നോക്കണ്ടേ? ഇനി അടുത്ത് നോക്കിയേ. ദ ഡോക്ടർ ക്യാരിയഡ് 2 bags ഓൺ ഹിസ് വിസിറ്റ്സ്. True. True. Then Mrs. Otsorley was having her first baby. False. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. At what time did Dr. Benson receive the call? At 2 o'clock. At 2 o'clock. Who did he visit? Mr. Otsorley. Mr. and Mrs. Otsorley. ഇനി what did the doctor carry in his bag? അദ്ദേഹത്തിന്റെ ബാഗിൽ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? 1 bag of pills, 1 bag baby One bag. short pill bag and another is obstetrical case, the baby bag. ഇനി did the doctor receive prompt payment? Prompt ആയിട്ട് പേയ്മെന്റ് കിട്ടുന്നുണ്ടായിരുന്നോ ഡോക്ടറിന്? No. How do you know? എങ്ങനെയാ മനസ്സിലാവുന്നത്? ലാസ്റ്റ് സെന്റൻസിൽ എഴുതിയിട്ടുണ്ട് അല്ലെ? എന്താണ്? Benson had found in seeing out the father always 2 or 3 babies behind it. Payment of his baby bills. Okay ആണല്ലോ ഇവിടം വരെ? മാം അതില് എവിടെയാണ് അവര് ഇങ്ങനെ എൽഡർ ആണോ യങ്ങർ ആണോ എന്ന് മനസ്സിലാവുന്നത് ഇതില്? അതായത് ഇവിടെ പറയുന്നില്ലേ, ഇവിടെ കണ്ടോ? While Dr. Benson was a country doctor, he was still a young man and couldn't find the pleasure of his father എന്ന് പറയുന്നില്ലേ? ഓക്കെ. Still a young man എന്ന് പറയുന്നില്ലേ? അപ്പൊ മനസ്സിലായി. എന്താണ്? അദ്ദേഹം ഓൾറെഡി എന്താണ്? വളരെ മാൻ ആണ്. ഇനി നമുക്ക് സെക്ഷൻ 2 നോക്കാലോ. പറയാം മാം. എന്നിട്ട് സെക്ഷൻ 2 എന്താണ് പറയുന്നത് എന്നുള്ളത് നോക്കാം. സെക്ഷൻ 2 തുടങ്ങുമ്പോഴത്തേക്കും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. കാരണം വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരെ എന്ത് ചെയ്യും, അതിൻ്റെ അകത്തുനിന്ന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. നോക്കാം. It was a long ride to the Sorley farm and the sight of ഒരു മിനിറ്റ്.
നോക്കാം എന്താണ് സെക്ഷൻ 2 പറയുന്നത് എന്നുള്ളത്. ഹലോ, സോറി കേട്ടോ, കുഞ്ഞാവ ഒന്ന് ചെറുതായിട്ടൊന്ന് കരഞ്ഞതാണ്. കുഴപ്പമില്ലല്ലോ? നോ പ്രോബ്ലം. ഓക്കെ, നമുക്കിനി കണ്ടിന്യൂ ചെയ്യാം. സെക്ഷൻ 2 ആണ്. സെക്ഷൻ 2 ഇങ്ങനെയാണ് പറയുന്നത്, ഹൗ ഡു യു തിങ്ക് ദ സ്റ്റോറി പ്രൊസീഡ്സ്? എങ്ങനെയായിരിക്കാം ഈ ഒരു സ്റ്റോറി എന്ത് ചെയ്യുന്നുണ്ടാവുക, പ്രൊസീഡ് ചെയ്യുന്നുണ്ടാവുക? വിൽ ഇറ്റ് ബി അബൌട്ട് മിസ്റ്റർ ഓർ മിസ്സസ് ഓട്ട്സോർലി? എന്താ തോന്നുന്നത്, മിസ്റ്റർ ആൻഡ് മിസ്സസ് ഓട്ട്സോർലിനെ കുറിച്ചിട്ടുള്ള കഥയായിരിക്കുമോ? അല്ലെങ്കിൽ ഓർ വിൽ ദർ ബി എ ചാൻസ് മീറ്റിംഗ് വിത്ത് സംവൺ എൽസ്? അല്ലെങ്കിൽ മറ്റാരെങ്കിലും മീറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടാകുമോ? സെക്കൻഡ് വൺ മേ ബി. സെക്കൻഡ് വൺ മേ ബി. നോക്കാം അല്ലെ. ഓൾറെഡി വായിച്ചിട്ടുണ്ടോ സ്റ്റോറി? ഇല്ല. ഓക്കെ, എന്നിട്ട് നോക്കിക്കേ. It was a long ride to the Sorley farm, and the sight of a man walking along the country road as seen just ahead by the lights of the car. എന്നിട്ട് എന്താ നമ്മളോട് പറയുന്നേ, ഈ സോർലി ഫാമിലിക്കുള്ള ആ ഒരു ജേർണി എന്ന് പറയുന്നത് എന്തായിരുന്നു, ഭയങ്കര ലോങ് ആയിരുന്നു. എന്റെ വോയിസ് ഓഡിയോ ക്ലിയർ ആയിട്ടല്ലേ കേൾക്കുന്നേ? എന്നിട്ട് എന്താ പറയുന്നത്, ഇറ്റ് വാസ് എ ലോങ് റൈഡ് ടു ദ സോർലി ഫാം. അപ്പോ ഇദ്ദേഹത്തിന്റെ, അതായത് ഓട്ട്സോർലിയുടെക്ക് വീട്ടിലേക്കുള്ള വഴി എന്ന് പറയുന്നത് എന്തായിരുന്നു, കുറച്ച് ലോങ് ആയിരുന്നു. എന്നിട്ട് ഇദ്ദേഹം വെൻ ഹി വാസ് ഡ്രൈവിംഗ് ദ കാർ എന്താ പറയുന്നത്, ദ സൈറ്റ് ഓഫ് എ മാൻ വാക്കിംഗ് അലോങ് ദ കൺട്രി റോഡ്. അതായത് ഈ കൺട്രി റോഡിൽ കൂടി, ഈ ഗ്രാമത്തിലുള്ള ഈ ഡെസേർട്ടഡ് ഹൈവേയിൽ കൂടി ഈ ഡോക്ടർ കാണുകയാണ് ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നു പോവുകയാണ്. ആസ് സീൻ ജസ്റ്റ് എഹെഡ് ബൈ ദ ലൈറ്റ്സ് ഓഫ് ദ കാർ. ഈ കാറിന്റെ വെളിച്ചത്തിന് എന്ത് ഇദ്ദേഹത്തിന് കാണാം, ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്, അതിലിങ്ങനെ നടന്നു പോകുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്, വാസ് എ വെൽക്കം റിലീഫ് ടു ദ ഡോക്ടർ. അപ്പൊ ഡോക്ടർ ആ വഴി ഒറ്റയ്ക്കല്ലേ വണ്ടി ഓടിച്ചു പോകുന്നത്. അപ്പൊ ഇയാളെ കണ്ടപ്പോ എന്താണ്, നമ്മുടെ ഡോക്ടറിന് എന്ത് ചെയ്യാണ്, ഒരു റിലീഫ്, ഒരു ആശ്വാസം എന്ത് ചെയ്യാണ്, ഫീൽ ചെയ്യാണ്. അതായത് എന്ത് ചെയ്യാം, ഒരു ലിഫ്റ്റ് കൊടുക്കാം. അപ്പൊ എന്താവില്ല, ഒറ്റയ്ക്കാവില്ല ഈ ഡോക്ടർ പോകുന്നുണ്ടാവുക, കൂടെ ഒരാളും കൂടി ഉണ്ടാവും എന്നൊരു ഡോക്ടർ വിചാരിക്കുകയാണ്. എന്നിട്ട് നോക്കാം എന്താ പറയുന്നത്, he slowed down and looked at the man walking along with difficulty against the wind, a little package under his arm. എന്നിട്ട് എന്ത് ചെയ്യാണ്, നമ്മുടെ ഡോക്ടർ ബെൻസണ് കാറ് പയ്യെ സ്ലോ ചെയ്യാണ്. സ്ലോ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാണ്, ഈ മനുഷ്യൻ, അതായത് ഈ മനുഷ്യൻ എങ്ങനെയാണ്, ദ മാൻ വാക്കിംഗ് അലോങ് വിത്ത് ഡിഫിക്കൽറ്റി അഗെയിൻസ്റ്റ് ദ വിൻഡ്. നവംബർ മന്ത് ആണ്, നല്ല കാറ്റ് വീശുന്നുണ്ട്, എസ്പെഷ്യലി ഏർലി മോർണിംഗും കൂടിയാണ്. അപ്പൊ എന്തെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടർ ബെൻസൺ എന്ത് ചെയ്തു, കാറ് പയ്യെ സ്ലോ ഡൗൺ ചെയ്തു. ഇനി നടന്നു പോകുന്ന മനുഷ്യനെ കുറിച്ച് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, എ ലിറ്റിൽ പാക്കേജ് അണ്ടർ ഹിസ് ആം. അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു, ഒരു ചെറിയൊരു കവറും കൂടി ഉണ്ടായിരുന്നു. Then coming alongside, Dr. Benson stopped and invited the man to ride. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഡോക്ടർ ബെൻസൺ പയ്യെ വണ്ടി നിർത്തിയിട്ട് ആ മനുഷ്യനെ എന്ത് ചെയ്യാണ്, ഒരു റൈഡ് ഓഫർ ചെയ്യുകയാണ്. അതായത് എന്റെ കൂടെ പോരാൻ പറഞ്ഞ് വിളിക്കുകയാണ്. ദ മാൻ ഗോട്ട്. എന്നിട്ട് ഈ മനുഷ്യൻ എന്ത് ചെയ്തു, ആ വണ്ടിയിലേക്ക് കയറി. എന്നിട്ട് ഡോക്ടർ ബെൻസൺ ചോദിക്കുകയാണ്, ആർ യു ഗോയിങ് ഫാർ? അതായത് നിങ്ങൾ വളരെ ദൂരേക്കാണോ പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ആ കേറിയ മനുഷ്യൻ എന്താ പറയുന്നേ, ഐ എം ഗോയിങ് ഓൾ ദ വേ ടു ഡിട്രോയിറ്റ് സെഡ് ദ മാൻ. ഞാൻ അങ്ങോട്ടേക്ക് പോകുന്ന പറയുന്നത്, ഈ ഡിട്രോയിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തേക്ക് പോവുകയാണ് എന്ന് പറയുകയാണ്. റാദർ എ തിൻ മാൻ വിത്ത് സ്മോൾ ബ്ലാക്ക് ഐസ് ഫിൽഡ് വിത്ത് ടിയേഴ്സ് ഫ്രം ദ വിൻഡ്. എന്നിട്ട് ഈ മനുഷ്യനെ കുറിച്ചിട്ട് എന്താ പറയുന്നേ, ഒരു തിൻ മാൻ ആണ്, അത് വളരെ മെലിഞ്ഞൊരു മനുഷ്യനാണ്.
വിത്ത് സ്മോൾ ബ്ലാക്ക് ഐസ്. നല്ല കറുത്ത കണ്ണുകളാണ്. എന്നിട്ട് ആ കണ്ണുകളിൽ കൂടി എന്ത് വരുന്നുണ്ട്? ഫിൽഡ് വിത്ത് ടീയേഴ്സ് ഫ്രം ദ വിൻഡ്. അതായത് നിങ്ങൾക്കറിയാം കാറ്റടിക്കുമ്പോ എന്തുണ്ടാവും? കണ്ണിൽ കൂടി, അതായത് കണ്ണുനീർ എന്ത് ചെയ്തിട്ടുണ്ട്? ഇങ്ങനെ വന്നിട്ടുണ്ട്. എന്നിട്ട് ഈ കേറിയ മനുഷ്യൻ ചോദിക്കുകയാണ്, കുഡ് യു ഗിവ് മീ എ സിഗരറ്റ്? നിങ്ങൾ എനിക്ക് എന്ത് തരുമോ? ഒരു സിഗരറ്റ് തരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഇയാളുടെ കയ്യിൽ സിഗരറ്റ് ഉണ്ടോ? ഡോക്ടർ ബെൻസന്റെ കയ്യില്? കോട്ടിന്റെ പോക്കറ്റിലുണ്ട്. അപ്പൊ കഥ ആയിഷത്ത് മാജിദ കഥ ശ്രദ്ധിക്കുന്നുണ്ടോ? ശ്രദ്ധിക്കുന്നേ. ഓക്കെ. എന്നിട്ട് നോക്കിക്കേ, ഡോക്ടർ ബെൻസൺ അൺബട്ടൺഡ് ഹിസ് കോട്ട്. അപ്പൊ കോട്ടിന്റെ പോക്കറ്റിലാണ് എന്തുള്ളത്? ഈ സിഗരറ്റ് ഉള്ളത്. അപ്പൊ ഡോക്ടർ ബെൻസൺ എന്ത് ചെയ്യാണ്? കോട്ടിന്റെ ഒരു ബട്ടൺസ് ഒക്കെ തുറന്നു. ദെൻ റിമെമ്പേർഡ് ദ സിഗരറ്റ്സ് ഇൻ ദ ഔട്ടർ പോക്കറ്റ് ഓഫ് ഹിസ് ഓവർകോട്ട്. അപ്പൊ ഇപ്പോഴാണ് ഓർക്കുന്നത് സിഗരറ്റ്സ് എവിടെയാണ്? ഉള്ളിലത്തെ കോട്ടിന്റെ പോക്കറ്റിലല്ല, എവിടെയാണ്? ഈ പുറത്തിട്ടിരിക്കുന്ന കോട്ടിന്റെ പോക്കറ്റിലാണെന്നുള്ളത്. Then he took out the packet and gave it to the rider, who then looked at his own pocket for a match. എന്നിട്ട് എന്ത് ചെയ്യാണ്? എടുത്തിട്ട് ആ റൈഡർക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് റൈഡർ എന്ത് ചെയ്യാണ്? അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ എന്ത് ചെയ്യാണ്? മാച്ചസിന് വേണ്ടിയിട്ട്, അതായത് അത് കത്തിക്കാൻ വേണ്ടിയിട്ട്, തീപ്പെട്ടിക്ക് വേണ്ടിയിട്ട് നോക്കുകയാണ്. When the cigarette was lighted, the man held the packet for a moment. എന്നിട്ട് ഈ സിഗരറ്റ് കത്തിച്ചു കഴിഞ്ഞപ്പോ എന്ത് ചെയ്യാണ്? ആ മനുഷ്യൻ ആ ഒരു പാക്കറ്റ് ഒരു മൊമെന്റിന് വേണ്ടി, ഒരു മൊമെന്റിലേക്ക് എന്ത് ചെയ്യാണ്? ചുമ്മാ ഒന്നിങ്ങനെ പിടിച്ചു നോക്കി. അയ്യോ, എന്താണ്? സ്ക്രീൻ അങ്ങോട്ടോ പോകുന്നുണ്ട്. സ്ക്രീൻ പോകുന്നുണ്ട്. കണ്ടു. സ്ക്രീൻ ഓഫ് ആയില്ലേ? ഓക്കെ, ഒന്നുകൂടി ഷെയർ ചെയ്യാം ഒരു മിനിറ്റ്. എന്നിട്ട് എന്ത് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ആ മാൻ എന്ത് ചെയ്യാണ്? അയാൾക്ക് സിഗരറ്റ് കിട്ടി. എന്നിട്ട് അയാൾ എന്ത് ചെയ്യാണ്? മാച്ചസിന് വേണ്ടിയിട്ട് തപ്പി നോക്കാണ്. ഞാൻ സ്ക്രീൻ ഇപ്പൊ ഷെയർ ചെയ്യാം കേട്ടോ, 2 മിനിറ്റ് വെയിറ്റ് ചെയ്യ്. എന്നിട്ട് നോക്കിക്കേ, ഡു യു മൈൻഡ് മിസ്റ്റർ ഇഫ് ഐ ടേക്ക് അനദർ സിഗരറ്റ്സ് ഫോർ ലേറ്റർ? എന്നിട്ട് ഈ കാറിൽ കയറിയിട്ടുള്ള ആ ഒരു വ്യക്തി എന്ത് ചെയ്യാണ്? ഡോക്ടറിനോട് ചോദിക്കുകയാണ്, ഡു യു മൈൻഡ് മിസ്റ്റർ ഇഫ് ഐ ടേക്ക് അനദർ സിഗരറ്റ് ഫോർ ലേറ്റർ? അതായത് ഞാൻ ഒരു സിഗരറ്റ് പിന്നീട് വലിക്കാൻ വേണ്ടിയിട്ട് എടുത്താല് നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ഇയാൾ ചോദിച്ചു. ഓക്കെ. The rider shook the packet to remove another cigarette without waiting for the doctor to answer. എന്നിട്ട് എന്ത് ചെയ്യാണ്? ഡോക്ടറുടെ മറുപടിക്കൊന്നും കാത്തു നിൽക്കാതെ ഈ റൈഡർ എന്ത് ചെയ്യാണ്? അടുത്ത ഒരു സിഗരറ്റും കൂടി അങ്ങോട്ടേക്ക് എടുത്തു. എന്നിട്ട് ഡോക്ടർ ബെൻസൺ ഫെൽറ്റ് എ ഹാൻഡ് ടച്ച് ഹിസ് പോക്കറ്റ്. അപ്പൊ ഡോക്ടർ ബെൻസൺ ഫീൽ ചെയ്യുന്ന എന്താണ്? ഒരു ഹാൻഡ് ടച്ച് ഫീൽ ചെയ്യാണ്. എന്തുകൊണ്ടായിരിക്കും ഹാൻഡ് ടച്ച് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറയാൻ കാരണം? ഈ റൈഡർ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഈ സിഗരറ്റിന്റെ പാക്കറ്റ് തിരിച്ചു വെച്ചിട്ടുണ്ടാവും അല്ലെ? കേൾക്കുന്നില്ലേ? ഓക്കെ. എന്നിട്ട് നോക്കിയേ, I'll put them back in your pocket, the little fellow said. അതായത് ആ കേറിയ ആള് പറയുകയാണ് എന്താണ്? ഞാൻ നിങ്ങളുടെ പോക്കറ്റിലേക്ക് ആ സിഗരറ്റ് എന്ത് ചെയ്തേക്കാം? വെച്ചേക്കാം എന്ന് പറയുകയാണ്. Then Dr. Benson put his hand down quickly to receive the cigarettes and was a little irritated to find them already in his pocket. എന്നിട്ട് എന്ത് ചെയ്യാണ്? ഡോക്ടർ ബെൻസൺ ഈ ഒരു സിഗരറ്റ് അങ്ങോട്ടേക്ക് കയറ്റി പോക്കറ്റിലേക്ക് തിരികെ വെക്കാന്ന് വിചാരിക്കുമ്പോ അദ്ദേഹം പോക്കറ്റിലേക്ക് നോക്കുമ്പോ എന്താണ്? ഓൾറെഡി എന്തുണ്ട്? സിഗരറ്റ് ആ പോക്കറ്റിൽ തന്നെ വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഈ റൈഡർ, അതായത് ഈ റൈഡ് ഓഫർ ചെയ്തിട്ടുള്ള ആ വ്യക്തി പെരുമാറുന്ന കാണുമ്പോൾ ഡോക്ടർക്ക് എന്തായി? ഡോക്ടർക്ക് ചെറിയൊരു ഇറിറ്റേഷൻ, അതായത് ഇയാൾ എന്താണ് ഈ കാണിക്കുന്നത് എന്നൊരു രീതിയിലൊരു ഇതാവാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. Then a few minutes later, കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഡോക്ടർ ബെൻസൺ സെഡ്, ഡോക്ടർ ബെൻസൺ അയാളോട് ചോദിക്കുകയാണ്, സോ യു ആർ ഗോയിങ് ടു ഡിട്രോയിറ്റ്, അതായത് നിങ്ങൾ ഈ സ്ഥലത്തേക്കാണല്ലേ പോകുന്നത്? അപ്പൊ എന്ത് ചെയ്യാണ്? അയാൾ പറയാണ്, ഐ ആം ഗോയിങ് ഔട്ട് ടു ലുക്ക് ഫോർ വർക്ക് ഇൻ വൺ ഓഫ് ദ ഓട്ടോമൊബൈൽ പ്ലാന്റ്സ്. അതായത് ഞാൻ ഇങ്ങോട്ടേക്ക് പോവാണ്, ഓട്ടോമൊബൈൽ പ്ലാന്റ്സിൽ ഒരു ജോലി തപ്പി പോവുകയാണ് എന്ന് പറയുകയാണ്. അപ്പൊ ഡോക്ടർ ബെൻസൺ പിന്നെയും ചോദിക്കുകയാണ്,
ആർ യു എ മെക്കാനിക് ആസ് ദ ഡോക്ടർ, നിങ്ങളൊരു മെക്കാനിക് ആണോ എന്ന് അയാളോട് ചോദിക്കുകയാണ്. അപ്പൊ നമ്മുടെ കയറിയ ആള് പറയാണ്, മോർ ഓർ ലെസ് ഐ ഹാവ് ബീൻ ഡ്രൈവിംഗ് എ ട്രക്ക് സിൻസ് ദ വാർ എൻഡഡ് ബട്ട് ഐ ലോസ് മൈ ജോബ് അബൌട്ട് എ മന്ത് എഗോ. അപ്പോ ഇയാളുടെ ജോലി പറയാണ്, ഇയാൾ എന്ത് ഡ്രൈവർ ആയിരുന്നു? ഹി വാസ് എ ട്രക്ക് ഡ്രൈവർ. പക്ഷെ ഇയാൾക്ക് എന്ത് നഷ്ടപ്പെട്ടു? ഒരു മന്ത് എബോ ഇയാൾക്ക് എന്ത് ചെയ്യാണ്? ഇയാളുടെ ജോലി നഷ്ടപ്പെടുകയാണ്. എന്നിട്ട് എഗെയിൻ ആ ഡോക്ടർ ചോദിക്കുകയാണ്, വർ യു ഇൻ ദ ആർമി ഡ്യൂറിങ് ദ വാർ, അതായത് യുദ്ധത്തിന്റെ സമയത്ത് നിങ്ങൾ ആർമിയിലായിരുന്നു എന്നുള്ളത് ചോദിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യാണ്? പിന്നെയും അയാൾ പറയാണ്, yeah, I was in the ambulance section, right up the front, drove an ambulance for 4 years. അദ്ദേഹം എന്താ പറയുന്നത്? ഞാൻ ആംബുലൻസ് സെക്ഷനിലായിരുന്നു, ഏകദേശം 4 വർഷത്തോളം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ ആംബുലൻസ് ഓടിച്ചു എന്ന് പറയുകയാണ്. അപ്പം എഗെയിൻ ഡോക്ടർ ചോദിക്കുകയാണ്, ഈസ് ദാറ്റ് സോ? ഡോക്ടർ ബെൻസൺ, ഓ അങ്ങനെയാണോ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ഇദ്ദേഹത്തെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, ഐ ആം ഡോക്ടർ മൈസെൽഫ്, ഡോക്ടർ ബെൻസൺ ഈസ് മൈ നെയിം. അതായത് എന്റെ പേരെന്താണ്? എന്റെ പേര് ഡോക്ടർ ബെൻസൺ, സോറി ഞാനൊരു ഡോക്ടറാണ്, എന്റെ പേരെന്താണ്? ഡോക്ടർ ബെൻസൺ എന്നാണ്. എഗെയിൻ നോക്കിക്കേ, ഐ തോട്ട് ദിസ് കാർ സ്മെൽഡ് ലൈക്ക് പിൽസ്. ദ മാൻ ലാഫ്ഡ്. അപ്പൊ ആ കയറിയ ആള് പറയുകയാണ്, എനിക്ക് തോന്നിയായിരുന്നു. കാരണം എന്താണ്? ദിസ് കാർ സ്മെൽഡ് ലൈക്ക് പിൽസ്, അതായത് ഇതിലേക്ക് കയറിയപ്പോ മരുന്നിന്റെ ഭയങ്കരമായിട്ടുള്ള മണം ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ്. ദെൻ ഹി ആഡഡ് മോർ സീരിയസ്ലി, മൈ നെയിം ഈസ് ഇവാൻ. എന്നിട്ട് ഇദ്ദേഹം എന്താണ്? കയറിയ റൈഡർ നല്ല സീരിയസ് ആയിട്ട് പറയുകയാണ്, എന്റെ പേരെന്താണ്? എന്റെ പേര് ഇവാൻ എന്നാണ് എന്ന് പറയുകയാണ്. എന്നിട്ട് നോക്കാം, they rode along silently for a few minutes and the rider moved himself in his seat and placed his package on the floor. കുറച്ചു നേരം എന്ത് ചെയ്യാണ്? അവർ സൈലന്റ് ആയിട്ട് പിന്നെയും മുന്നോട്ട് പോവാണ്. എന്നിട്ട് അയാൾ നടന്നു പോകുമ്പോ അയാളുടെ ആംസിന്റെ അവിടെ എന്തുണ്ടായിരുന്നു? ഒരു പാക്കേജ് ഉണ്ടായിരുന്നു. അപ്പൊ ഇയാൾ എന്ത് ചെയ്യാണ്? കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് ഇരുന്നിട്ട് ആ പാക്കേജ് എങ്ങോട്ട് വെക്കുകയാണ്? ആ ഫ്ലോറിലേക്ക് വെക്കുകയാണ്. ദെൻ as the man leaned over, Dr. Benson caught his first good look, the small cat-like face. അപ്പം ഇയാൾ ആ ഒരു പാക്കറ്റ് വെക്കാൻ വേണ്ടിയിട്ട് കുനിഞ്ഞ സമയത്ത്, അതായത് ഹെഡ് ബൗ ചെയ്ത സമയത്ത് എന്താണ്? ഡോക്ടർ ബെൻസൺ caught his good look at the small cat-like face. ഇദ്ദേഹം ആദ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇയാളുടെ ഫേസ് കാണുന്നത്. ഇയാളുടെ ഫേസിന്റെ പ്രത്യേകത എന്താണ്? ഒരു സ്മോൾ കാറ്റ് ലൈക്ക് ഫേസ്, അതായത് ഒരു ചെറിയ പൂച്ചയുടെ പോലത്തെ മുഖമായിരുന്നു ഈ റൈഡറിന് ഉണ്ടായിരുന്നത്. ദെൻ ദ ഡോക്ടർ ഓൾസോ നോട്ടീസ്ഡ് ദ ലോങ് ഡീപ് സ്കാർ ഓൺ ദ മാൻസ് ചീക്ക്, ബ്രൈറ്റ് ആൻഡ് റെഡ് ലുക്കിംഗ് ആസ് ദോ ഇറ്റ് വെർ എ റീസെന്റ് ഒറിജിൻ. അതുപോലെ തന്നെ ഡോക്ടർ എന്തും കൂടി കണ്ടു? ഇദ്ദേഹത്തിന്റെ ചീക്കിൽ, അതായത് ഇതിന്റെ കവിളിൽ എന്താണ്? എ ഡീപ് സ്കാർ ഓൺ ദ മാൻസ് ചീക്ക്, അതായത് അദ്ദേഹത്തിന്റെ കവിളിൽ വളരെ ആഴത്തിലുള്ളൊരു മുറിപ്പാട് എന്ത് ചെയ്തു? കണ്ടു. അത് കണ്ടു കഴിഞ്ഞപ്പോ എന്താണ്? ഇറ്റ് വാസ് ഓഫ് എ റീസെന്റ് ഒറിജിൻ, അതായത് ഇപ്പൊ അടുത്തെപ്പോഴോ സംഭവിച്ചിട്ടുള്ളതാണ്. ദെൻ ഹി തോട്ട് ഓഫ് മിസ്സസ് ഓട്ട്സോർലി ആൻഡ് റീച്ച്ഡ് ഫോർ ഹിസ് വാച്ച്. അപ്പോഴാണ് ഇദ്ദേഹത്തിന് എന്ത് ചെയ്തത്? ഓട്ട്സോർലിനെ ഓർമ്മ വന്നത്. അതായത് ഇദ്ദേഹം എങ്ങോട്ടാ? ഓട്ട്സോർലിയുടെ ഫാമിലിയിലേക്കാണല്ലേ പോകുന്നത്. അപ്പൊ എന്ത് ചെയ്യാണ്? ഇദ്ദേഹത്തിന്റെ വാച്ചിന് വേണ്ടിയിട്ട് തപ്പാണ്. Then his fingers went deep into his pocket before he realized that his watch was not there. അതായത് ഈ പോക്കറ്റിലേക്ക് എന്ത് ചെയ്യാണ്? ഇങ്ങനെ തപ്പിക്കൊണ്ട് പോയപ്പോഴത്തേക്കും ഇദ്ദേഹത്തിന് മനസ്സിലാകുകയാണ്, എന്താണ്? ആ പോക്കറ്റിൽ വാച്ച് ഉണ്ടോ? ഇല്ല. പോക്കറ്റിൽ വാച്ച് കാണുന്നില്ല. ഇനി അടുത്ത നോക്കാം, ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസ് ആണ്. ശരിയാണോ തെറ്റാണോ എന്ന് പറയുക. എ മാൻ ആസ്ക്ഡ് ദ ഡോക്ടർ ഫോർ എ ലിഫ്റ്റ് ഇൻ ഹിസ് കാർ. ഫോൾസ് ആണ്. ഡോക്ടർ അല്ല അയാൾക്ക് ലിഫ്റ്റ് കൊടുത്തത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ദ മാൻ വാസ് ക്രൈങ് ബിക്കോസ് ഹി ബാഡ്ലി വാണ്ടഡ് എ സിഗരറ്റ്. The man was crying. False. False ആണ് അല്ലെ? അതായത് കരഞ്ഞൊന്നുമില്ല. He just asked.
എന്നിട്ട് ഇവാൻസ് വാസ് നൗ വർക്കിംഗ് ആസ് എ മെക്കാനിക് ഇൻ ആൻ ഓട്ടോമൊബൈൽ പ്ലാന്റ്. അല്ല, ഇദ്ദേഹം എന്ത് ചെയ്യായിരുന്നു? ഹി വാസ് സെർച്ചിങ് ഫോർ എ ജോബ് ഇൻ ആൻ ഓട്ടോമൊബൈൽ പ്ലാന്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ദി ഡോക്ടർ ഓഫേർഡ് ഹിം 2 cigarettes. False. ഡോക്ടറാണ് അദ്ദേഹത്തിന് സിഗരറ്റ് ഓഫർ ചെയ്തത്? അല്ല. You asked to doctor. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇവാൻസ് ഹാഡ് ബീൻ ആൻ ആംബുലൻസ് ഡ്രൈവർ ഇൻ ദ ആർമി. True. എന്താണ്? False. ട്രൂ അല്ലേ? ഹി വാസ് ആൻ ആ, ആംബുലൻസ് okay. ഡ്രൈവർ. മാം വീണ്ടും ചോദിക്കുമ്പോൾ കൺഫ്യൂഷൻ വരുന്നത്. ഇനി അടുത്ത നോക്കിക്കേ. ട്രൂ അല്ലേ? ട്രൂ ഏതാണ്? ട്രൂ അല്ലേ? സി ട്രൂ അല്ലല്ലോ. പ്ലാന്റ്. സി എങ്ങനെയാ ട്രൂ ആവുന്നത്? സി ഇവിടെ നോക്കിക്കേ. ഇതെന്താണ്? ഐ ആം ഗോയിങ് ഔട്ട് ടു ലുക്ക് ടു വർക്ക് ഇൻ വൺ ഓഫ് ദ ഓട്ടോമൊബൈൽ പ്ലാന്റ്സ് എന്നല്ലേ പറയുന്നേ? അപ്പൊ അത് ട്രൂ ആണോ? ട്രൂ അല്ലല്ലോ. അല്ല. How been അദ്ദേഹം നൗ വർക്കിംഗ് അല്ല, ഹിസ് ഗോയിങ് ടു സെർച്ച് ഫോർ എ ജോബ്, അല്ലെങ്കിൽ അദ്ദേഹം ഒരു ജോലിക്ക് തപ്പി നടക്കുവാണ്. ഓക്കെ. ഇനി അടുത്തതാണ്. വൈ ഡിഡ് ദ ഡോക്ടർ ഇൻവൈറ്റ് ദ മാൻ ഇൻ? because he is alone. In the car. Because he was Along the right. alone going. അതുപോലെ തന്നെ maybe he felt pity, അല്ലെ, by seeing the man was walking alone in such a bad weather condition. അങ്ങനെ പറഞ്ഞുകൂടെ നമുക്ക്? പറയാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. How many cigarettes did the man take? 2. Did the doctor like it? No. He is No. How yes പറഞ്ഞ ആരേലും? ഞാൻ പറഞ്ഞില്ല. How do you know? നിങ്ങൾക്ക് എങ്ങനെയാ അറിയാം? Because he has ഡോക്ടർ ഇറിറ്റേറ്റഡ് ആയിരുന്നു. അല്ലെ, അതായത് ഇവിടെ കാണാൻ പറ്റില്ലേ? The rider shook the packet to remove the another cigarette without waiting the doctor to answer. Dr. Benson felt a hand touch in his pocket. Okay. എന്നിട്ട് അടുത്ത സെന്റൻസ് നോക്കിക്കേ. Dr. Benson put his hand down quickly to receive the cigarettes and was a little irritated to find them already in his pocket. അപ്പൊ ഡോക്ടർ എന്തായിരുന്നു? irritated ആയിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. എവിടെ വാട്ട് ഇറിറ്റേറ്റഡ് ദ ഡോക്ടർ അബൌട്ട് ദ മാൻ? ആ ഒരു സിഗരറ്റ്സിന്റെ ഇഷ്യൂ തന്നെ നിങ്ങൾക്ക് അവിടെ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഹൂ വാസ് ഇവാൻസ്? ആരായിരുന്നു ഇവാൻസ് എന്ന് പറയുന്നത്? He was a truck driver. He was a truck driver. Where was he going? എവിടെയായിരുന്നു അദ്ദേഹം പോകുന്നത്? He was going to Detroit. Detroit എന്ന സ്ഥലത്തേക്കാണ് അദ്ദേഹം. അത് ഡെട്രോയിറ്റ് എന്നും വേണമെങ്കിൽ വായിക്കാം കേട്ടോ. Nouns can be pronounced in any way എന്നാണ്. ഇനി അടുത്താണ്. Pick out 2 expressions from the passage that show the doctor was suspicious of Evans. Because of his cheek there is a scars. ഒന്ന് നമുക്ക് അത് പറയാൻ വേണ്ടി പറ്റും. The doctor also noticed the long deep scar on the man's cheek. അതുപോലെ തന്നെ അതാണ് മെയിൻ ആയിട്ട് പറയാൻ പറ്റുന്നത്. അതിന്റെ കൂടെ അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ടായിരുന്നു. ലുക്കിംഗ് ആസ് ദോ ഇറ്റ് വെയർ ഓഫ് എ റീസെന്റ് ഒറിജിൻ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഡിഡ് ദ ഡോക്ടർ ഫൈൻഡ് ഹിസ് വാച്ച്? No. What do you think he thought? That will be robber. Ivan robber. He thought that it may be taken by Evans. അല്ലെങ്കിൽ വിശ്വസിച്ചിട്ടുണ്ടാവും. Did his suspicion fall on Evans? Yes. അല്ലേ? Yes. Suspicion. ഇനി നമുക്ക് നോക്കാം. സെക്ഷൻ 3 ആണ്. Dr. Benson moved his hands very slowly and very carefully below the seat until he felt the leather holster in which he always carried with him his automatic pistol. ഇദ്ദേഹം തപ്പി നോക്കിയപ്പോ വാച്ച് കണ്ടില്ല,
പകരം എന്ത് ചെയ്തു? ഇദ്ദേഹം എന്ത് ചെയ്യാണ്? ഇദ്ദേഹത്തിന്റെ ഹാൻഡ്സ് വളരെ സ്ലോലി ആയിട്ട് മൂവ് ചെയ്യാണ്. എങ്ങോട്ടേക്ക്? ബിലോ ദ സീറ്റ് അണ്ടിൽ ഹി ഫെൽറ്റ് ദ ലെതർ ഹോൾസ്റ്റർ. അതായത് ഒരു ലെതറിന്റെ എന്തോ ഒരു കവർ ആ സീറ്റിന്റെ അടിയിൽ ഉണ്ടായിരുന്നു. അതിൽ എന്തുണ്ട്? ഇൻ വിച്ച് ഹി ഓൾവേസ് ക്യാരിഡ് വിത്ത് ഹിം ഹിസ് ഓട്ടോമാറ്റിക് പിസ്റ്റൾ. അതിൽ എന്തുണ്ടായിരുന്നു? അദ്ദേഹത്തിന്റെ ഓട്ടോമാറ്റിക് പിസ്റ്റള് ഉണ്ടായിരുന്നു. പിസ്റ്റൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ലേ? ചെറിയൊരു റിവോൾവർ ആണ്. എന്നിട്ട് നോക്കിയേ, he drew out the pistol slowly and held it in darkness at his side. എന്നിട്ട് പയ്യെ ആ ഒരു പിസ്റ്റൾ വലിച്ചിട്ട് എന്ത് ചെയ്യാണ്? ഇദ്ദേഹത്തിന്റെ സൈഡിലേക്ക് പിടിക്കുകയാണ്. Then Dr. Benson stopped the car quickly and pushed the nose of his gun to the Ivan's side. ഡോക്ടർ ബെൻസൺ പെട്ടെന്ന് കാർ നിർത്തിയിട്ട് ഇവാൻസിന്റെ അടുത്തേക്ക് എന്ത് ചെയ്യാണ്? ഈ ഗണ്ണ്, അതായത് ഇവാൻസിന്റെ അടുത്തേക്ക് എന്ത് ചെയ്യാണ്? ഈ ഗണ്ണ്, അതായത് ഈ പിസ്റ്റൾ എന്ത് ചെയ്യാണ്? പോയിന്റ് ഔട്ട് ചെയ്യുകയാണ്. നോസ് ഓഫ് ഹിസ് ഗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ഈ ഇത് വരുന്ന സ്ഥലമില്ലേ, എന്റെ ആ ഒരു വെടി ഉതിർക്കുന്ന ആ ഒരു സ്ഥലമില്ലേ, അത് അങ്ങോട്ടേക്ക് പിടിക്കുകയാണ്. എന്നിട്ട് നോക്കുക, ഹി ഡ്രൂ ഔട്ട് ദ പിസ്റ്റൾ സ്ലോലി. അത് നമ്മൾ പറഞ്ഞല്ലേ. ദ റൈഡർ ജംപ്ഡ് വിത്ത് ഫിയർ ആൻഡ് പുട്ട് അപ്പ് ഹിസ് ഹാൻഡ്സ് ക്വിക്ലി. മൈ ഗോഡ് മിസ്റ്റർ, ഹി വിസ്പേർഡ്, ഐ തോട്ട് യു. അപ്പൊ എന്താണ്? ഈ റൈഡർ അവിടെ നല്ല സുഖമായിട്ട് ഇരിക്കുകയായിരുന്നു. ഇങ്ങനെ ചെയ്യുന്ന കണ്ടപ്പോ എന്താണ്? റൈഡർ എന്ത് ചെയ്തു? പെട്ടെന്നൊന്ന് ജംപ്ഡ് വിത്ത് ഫിയർ, അതായത് പേടിച്ചിട്ട് ചാടി. എന്നിട്ട് എന്ത് ചെയ്യാണ്? പുട്ട് അപ്പ് ഹിസ് ഹാൻഡ്സ് ക്വിക്ലി, മൈ ഗോഡ് മിസ്റ്റർ, അതായത് എന്റെ ദൈവമേ നിങ്ങൾ എന്താണെന്നുള്ളൊരു രീതിയിൽ. എന്നിട്ട് എന്താ പറയുന്നേ? ഡോക്ടർ ബെൻസൺ പുഷ് ദ പിസ്റ്റൾ സ്റ്റിൽ ഡീപ്പർ ഇൻ ടു ദ മാൻ സൈഡ് ആൻഡ് റിപ്പീറ്റഡ് കോഡ്ലി, പുട്ട് ദാറ്റ് വാച്ച് ഇൻ മൈ പോക്കറ്റ് ബിഫോർ ഐ ലെറ്റ് ദിസ് ഗൺ ഗോ ഓഫ്. എന്നിട്ട് എന്താ പറഞ്ഞേ? ആ വാച്ച് എങ്ങോട്ടേക്ക് ഇടുക? എന്റെ പോക്കറ്റിലേക്ക് ഇടുക. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഈ ഗൺ ഉപയോഗിച്ചത്. അതായത് ഞാൻ ഗൺ. ബെൻസൺ സ്റ്റാർട്ടഡ് ദ കാർ ക്വിക്ലി ആൻഡ് ദ വിൻഡ് ക്ലോസ് ദ ഡോർ വിത്ത് എ ലൗഡ് നോയ്സ്. എന്നിട്ട് എന്ത് ചെയ്യാണ്? ഡോക്ടർ ബെൻസൺ പിന്നെയും കാറ് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്? വേഗം പോകാണ്. എന്നിട്ട് ആ പോകുന്ന കൂടെ തന്നെ എന്ത് ചെയ്തു? ആ ഡോറും കൂടെ അങ്ങ് അടഞ്ഞു പോയി. എന്നിട്ട് എന്താണ്? ഹി പുട്ട് ദ പിസ്റ്റൾ ബാക്ക് ഇൻ ടു ദ ലെതർ ഹോൾസ്റ്റർ അണ്ടർ ദ സീറ്റ് ആൻഡ് ഹറിഡ് ഓൺ. എന്നിട്ട് എന്ത് ചെയ്യാണ്? ആ ലെതർ ഹോൾസ്റ്ററിലേക്ക് തിരിച്ചെന്ത് ചെയ്യാണ്? ആ ഒരു പിസ്റ്റൾ ഇട്ടിട്ട് അദ്ദേഹത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ എന്ത് ചെയ്യാണ്? കാർ ഓടിച്ച് വേഗം മുന്നോട്ട് പോവാണ്. ദ ഡ്രൈവ് അപ്പ് ദ മൗണ്ട്. ഇപ്പോഴത്തെ ഡെലിവറിയിലും ഇവരെ എന്ത് ചെയ്തിട്ടുണ്ട്? സഹായിച്ചിട്ടുണ്ട്. അതായത് പറയുന്നത്, ഷീ ഡെലിവേർഡ് ദിസ് ചൈൽഡ് വിത്ത് ലിറ്റിൽ ഡിഫിക്കൽറ്റി. അതായത് ലിറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒട്ടുമില്ല. ലിറ്റിൽ എന്ന് പറഞ്ഞാൽ കുറച്ചുണ്ട്. എന്താണ്? ഒരു ഡിഫിക്കൽറ്റിയും ഇല്ലാതെ എന്ത് ചെയ്തു? ഇവളൊരു കുട്ടിക്ക് ജന്മം കൊടുത്തു. And there was no need on Dr. Benson's part of the instruments. അതുകൊണ്ട് എന്തിന്റെ ആവശ്യവും ഉണ്ടായിരുന്നില്ല? ഈ ഡോക്ടർ ബെൻസന്റെ ഇൻസ്ട്രുമെന്റ്സിന്റെ ആവശ്യവും അവിടെ ഉണ്ടായിരുന്നില്ല. After it was all over, however, Dr. Benson took a cigarette and sat down to smoke. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാണ്? ഡോക്ടർ ബെൻസൺ ഒരു സിഗരറ്റും എടുത്തിട്ട് എന്ത് ചെയ്യാണ്? അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പൊക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇവിടം വരെ ക്ലിയർ ആണോ? ക്ലിയർ ആണ് മാം. ഉറങ്ങിപ്പോയോ ആരെങ്കിലും? ഇല്ല. ഓക്കെ, നമുക്ക് സെക്ഷൻ 4 കൂടെ നോക്കിയിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്യാം കേട്ടോ. നോക്കിക്കേ, എ ഫെല്ലോ. എന്നിട്ട് ഡോക്ടർ പറയാണ്, എ ഫെല്ലോ ഐ പിക്ഡ് അപ്പ് ഇൻ മൈ കാർ ഓൺ മൈ വേ ഹിയർ ടു നൈറ്റ് ട്രൈഡ് ടു റോബ് മീ. എന്നിട്ട് ഡോക്ടർ എന്താ പറയുന്നത്? ഒരു ഫെല്ലോ, ഒരു ഫെല്ലോ പേഴ്സണെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഐ ഗേവ് ഹിം എ റൈഡ്. എന്നിട്ട് അദ്ദേഹം എന്താ ചെയ്തത്? ട്രൈഡ് ടു റോബ് മീ. എന്നെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? മോഷ്ടിക്കാൻ വേണ്ടി, സ്റ്റീൽ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറയുകയാണ്. ഹി സെഡ് ടു ഓട്ട് ഫീലിംഗ് എ ലിറ്റിൽ പ്രൗഡ്. ആരോടാ പറയുന്നത്? ഓട്ടിനോട് പറയുകയാണ്. നല്ല പ്രൗഡോട്, അഭിമാനത്തോട് കൂട്ടിയിട്ട് പറയാണ്. എന്നിട്ട് എന്താ പറയുന്നത്? ഹി ടുക്ക് മൈ വാച്ച് ബട്ട് വെൻ ഐ പുഷ്ഡ് മൈ 0.45 പിസ്റ്റൾ ഇൻ ടു ഹിസ് സൈഡ് ഹി ഡിസൈഡഡ് ടു ഗിവ് ഇറ്റ് ബാക്ക് ടു മീ. അതായത് എന്താണ്? അവൻ എന്റെ വാച്ച് എടുത്തു. ഞാൻ പിസ്റ്റള് കാണിച്ചപ്പോഴത്തേക്കും അവൻ എന്ത് ചെയ്തു? ആ വാച്ച് എനിക്ക് തിരിച്ചു തന്നു. ഓട്ട് സ്മൈൽ വൈൽഡ് അറ്റ് സച്ച് ആൻ എക്സൈറ്റിംഗ് സ്റ്റോറി കമ്മിങ് ഫ്രം യങ് ഡോക്ടർ ബെൻസൺ. അപ്പോ ഓട്ട് എന്ത് ചെയ്യാണ്? ഇങ്ങനെ ഒരു സ്റ്റോറി ഒക്കെ കേട്ടപ്പോ ഓട്ട് ഭയങ്കരമായിട്ട് സ്മൈല് ചെയ്യുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്? വെൽ ഐ എം ഗ്ലാഡ് ഹി ഗേവ് ഇറ്റ് ബാക്ക് ടു യു. എന്നിട്ട് ഓട്ട് പറയുകയാണ്, എന്തായാലും നിനക്കത് തിരിച്ചു കിട്ടിയല്ലോ, ഞാൻ സന്തോഷവാനാണ് എന്ന് പറയുകയാണ്. Because if he hadn't, we wouldn't have any idea what time the child was born. എന്നിട്ട് ഈ ഓട്ട് കൂട്ടിച്ചേർക്കാണ്,
അഥവാ ഇനി അദ്ദേഹം അത് തന്നില്ലായിരുന്നു എങ്കിൽ എന്താണ്, നമുക്ക് നമ്മുടെ ഈ കുട്ടി ജനിച്ച സമയം ഏതാണ് എന്നുള്ളതിനെ കുറിച്ച് എന്താണ് ഒരു ഐഡിയ ഒന്നും എന്തില്ല, ഉണ്ടാവില്ല എന്ന് പറയുകയാണ്. എന്നിട്ട് ഡോക്ടറിനോട് ചോദിക്കുകയാണ്, വാട്ട് ടൈം വുഡ് യു സേ ഇറ്റ് ഹാപ്പൻഡ്? ഏത് സമയത്താണ് കുട്ടി ജനിച്ചത് എന്ന് ഒന്ന് പറയാമോ എന്ന് എന്ത് ചെയ്യാണ് ഈ ഓട്ട് ഡോക്ടർ ബെൻസനോട് ചോദിക്കുകയാണ്. അപ്പോ ഡോക്ടർ ബെൻസൺ ടുക്ക് ദ വാച്ച് ഫ്രം ഹിസ് പോക്കറ്റ്. ഡോക്ടർ ബെൻസൺ എന്ത് ചെയ്തു, ഈ വാച്ച് പോക്കറ്റിൽ നിന്നും എടുത്തു. എന്നിട്ട് പറയാണ്, ദ ബേബി വാസ് ഡെലിവേർഡ് അബൌട്ട് 30 minutes ago ആൻഡ് റൈറ്റ് നൗ ഇറ്റ്സ്. അതായത് എന്താണ്, 30 മിനിറ്റ് മുന്നേ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ കുട്ടി ജനിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇപ്പം സമയം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, ഇദ്ദേഹത്തിന്റെ ഈ വാച്ച് കൊണ്ട് he walked over to the lamp on the table. ഈ ടേബിളിന്റെ അമ്മിന്റെ അടുത്തേക്ക് പോവുകയാണ്. He stared strangely at the watch in his hand. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഈ വാച്ചിലേക്ക് ഇങ്ങനെ തുറിച്ചു നോക്കുകയാണ്. എന്നിട്ട് ഇനി പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കാം. The crystal was cracked. ആ വാച്ചിന്റെ ക്രിസ്റ്റൽസ് എന്തായിരുന്നു, പൊട്ടിയിരിപ്പുണ്ടായിരുന്നു. The top was broken. അതിന്റെ ടോപ്പ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും പൊട്ടിയിട്ടുണ്ടായിരുന്നു. Then he turned the watch over and held it closer to the lamp. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഇദ്ദേഹം വാച്ച് തിരിച്ചിട്ട് ലാമ്പിന്റെ അടുത്തേക്ക് അടുപ്പിച്ച് പിടിക്കുകയാണ്. He studied the worn inscription there. എന്നിട്ട് എന്ത് ചെയ്യാണ്, അതിൽ എഴുതിയിട്ടുള്ള ഇൻസ്ക്രിപ്ഷൻസ്, അതിലെന്തോ എഴുതി വെച്ചിട്ടുണ്ട്, അത് വായിക്കുകയാണ്. അതിൽ എന്താ എഴുതിയിട്ടുള്ളത്, ടു പ്രൈവറ്റ് ടി ഇവാൻസ് ആംബുലൻസ് സെക്ഷൻ whose personal bravery preserved our lives the night of November 3, 1943 near the Italian front, nurses Nesbit, Jones and Wingate. അതിൽ എന്തായിരുന്നു എഴുതിയിട്ടുള്ളത്, ടു പ്രൈവറ്റ് ടി ഇവാൻസ്. അതായത് ആർക്ക് വേണ്ടിയിട്ടാണ്, ഇവാൻസിന് വേണ്ടിയിട്ട്. എവിടെയുള്ള ഇവാൻസിന് വേണ്ടിയിട്ട്, ആംബുലൻസ് സെക്ഷനിൽ വർക്ക് ചെയ്തിട്ടുള്ള ഇവാൻസിന് വേണ്ടിയിട്ട്. ദെൻ whose personal bravery preserved our lives in the night of November 3, 1943 near the Italian front. ഇറ്റാലിയൻ ഫ്രണ്ടില് November 3, 1943 ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവൻ രക്ഷിച്ചിട്ടുള്ള നിങ്ങളുടെ ധൈര്യത്തിന്, പേഴ്സണൽ ബ്രേവറിക്ക് വേണ്ടിയിട്ടുള്ളത്. ആരാണ് കൊടുത്തത്, ജോൺസ് ആൻഡ് വിൻഗേറ്റ്. ജോൺസ് ആൻഡ് വിൻഗേറ്റ് എന്ന് പറയുന്ന 2 വ്യക്തികളാണ് കൊടുത്തത്. അപ്പോ ശരിക്കും എന്താ സംഭവിച്ചത്, അത് ആരുടെ വാച്ച് ആയിരുന്നു, ഇവാന്റെ അപ്പോ ഡോക്ടർ ബെൻസൺ എന്താ ഇദ്ദേഹത്തെ ചെയ്തത്, ഇദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി വാച്ച് മേടിപ്പിച്ചു. ഭീഷണിപ്പെടുത്തിയാണോ, തെറ്റിദ്ധരിച്ചില്ലേ, തെറ്റിദ്ധരിച്ചു. അല്ലേ? നമ്മള് പറയാറില്ലേ, അപ്പൊ don't judge a book by അവർ അപ്പൊ പറയാറില്ലേ, ഡോക്ടറിന്റെ വാച്ചോട് പോയി മറന്നിട്ടുണ്ടാവും ചിലപ്പോ പാരില്. മറന്നിട്ടുണ്ടാവില്ല, ഡോക്ടർ വാച്ച് കെട്ടിട്ടുണ്ടാവില്ല, ഞാൻ വിചാരിച്ചു അല്ലെങ്കിൽ ഡോക്ടറിന്റെ വേറെ ഏതെങ്കിലും പോക്കറ്റിൽ ഉണ്ടായിട്ടുണ്ടാവും. തിരക്കില് പോയതല്ല, അപ്പൊ എടുത്തിട്ടുണ്ടാവല്ല. അങ്ങനെയാണെങ്കിൽ സെക്ഷൻ 3 ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നോക്കുക. വൈ ഡിഡ് ദ ഡോക്ടർ റീച്ച് ഫോർ ഹിസ് പിസ്റ്റൾ? എന്തിനാ ഡോക്ടർ പിസ്റ്റൾ തപ്പാൻ പോയത്? ഇവാന് റോബറാന്ന് വിചാരിച്ചിട്ടു. To point out to Ivan, he thought Ivan took his watch. Okay. What was Ivan's reaction? What did he do? Ivan's reaction എന്തായിരുന്നു? fear and put up his hands quickly. Ivan's ഇവിടെ പറയുന്നില്ലേ, the rider jumped with fear and put up his hands quickly. ഇനി അടുത്ത നോക്കിയേ, why did the doctor turn Ivan's out of his car? He thought that Ivan took his Watch. Where was the Sorley farm? Sorley farm എവിടെയായിരുന്നു? It's near to the മൗണ്ടെയിനിലാണ്. Then who helped him reach it? അവിടെ വരെ എത്താൻ ആരാ സഹായിച്ചത്? One of his child with little older boy അല്ലേ ഇവിടെ പറയുന്നേ. One of the older boys down the road with a lantern to help him across the old wooden bridge that led up to the little farmhouse. ഇനി അടുത്തത്, how do you know that the doctor was relaxed after the baby was born? എന്താ അദ്ദേഹം ചെയ്തത്? ആ കുട്ടി ജനിച്ചതിന് ശേഷം അദ്ദേഹം എന്താ ചെയ്തത്? സിഗരറ്റ്. He took a cigarette and sat down to
Smokes. He took his cigarette and sat down to. Smoke. അടുത്ത ഇതാണ്. Refer to the words in the passage that show Dr. Benson felt he was justified in turning Evans out. Refer to the words in the passage that show Dr. Benson felt he was justified in turning Evans out. ഏതായിരിക്കും? I am out there tonight, probably. അതാണോ? To ഈ save a woman. സെക്ഷൻ 4 ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഈ പറയുന്നില്ലേ, a fellow I picked up in my car on my way here tonight tried to rob me. He took my watch, but when I pushed on my .45 pistol into his side, he decided to give it to me back. ഇനി അടുത്ത്, why was Mr. sorely happy that Dr. Benson got back his watch? എന്തുകൊണ്ടാ sorely happy ആയത്? Because he wants to know that what is the എന്തായിരുന്നു? When the baby was born. Was wondered what it was. Okay. Question number 3 ഇതാണ്. How did the doctor realize that he was not looking at his own watch? എപ്പോഴാ ഡോക്ടറിന് മനസ്സിലായത് തന്റെ വാച്ചിലല്ല അദ്ദേഹം നോക്കുന്നതെന്നുള്ളത്? ബാക്കിത്തെ നെയിം കണ്ടപ്പം, ഇവാന്റെ നെയിം കണ്ടപ്പം. When he studied the Vaughan inscription. അല്ലേ? ഇനി, what information did the inscription give about Evans? ഇവാൻസിനെ കുറിച്ചുള്ള Private. Ambulance section. November 3. In November 3, 1943. അത്രയും മതി. അപ്പൊ എങ്ങനെയാണ് സ്റ്റോറി? എല്ലാവർക്കും ക്ലിയർ ആയോ? അസാൻ, നിമ്യ, സാന്യ, സുമയ്യ, ഫാത്തിമ, മുസൈഖ്, രതീഷ്, റോബിൻസൺ, ഷബീർ, സുൽഫത്ത്, എല്ലാരും വിളിച്ചില്ലേ? എല്ലാവർക്കും ക്ലിയർ? സ്റ്റോറി ഇനി ചെയ്യേണ്ട എന്നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ എന്ത് ചെയ്താൽ മതി? വായിച്ചാൽ മതി. വായിച്ചു നോക്കാം. ദെൻ വായിച്ചു നോക്കിയതിന് ശേഷം എന്ത് ചെയ്യാ? സ്വന്തമായിട്ട് ആൻസർ എഴുതാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ അതിന്റെ താഴെ തന്നെ ഇൻഡെക്സ്ഡ് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നുണ്ട്? ആൻസേഴ്സ് കിടപ്പുണ്ട്. ഓക്കെ മാം. മാം പിന്നെ